പോളിംഗ് അവസാനത്തെ ഒരു മണിക്കൂറിലേക്ക് കടക്കുകയാണ്. ഇപ്പോ പരാതി വരുന്നത് വടകരയിൽ നിന്നാണ്. അവിടെ ക്യൂവിൽ നിന്ന് പല വോട്ടർമാരും തിരികെ പോകുന്ന സാഹചര്യമാണ്. ഇപ്പോഴത്തെ നിലയിൽ അവിടുത്തെ വോട്ടിംഗ് 9 മണി വരെയെങ്കിലും ദീർഘിക്കും എന്ന് റിപ്പോർട്ടർമാർ പറയുന്നു. അങ്ങനെ ആണെങ്കിൽ അതൊരു അഭൂതപൂർവമായ സാഹചര്യമാണ്. RMP നേതാവും വടകര MLA KK രമ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി രമ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാലതാമസം? എന്താണ് ഉദ്യോഗസ്ഥർ പറയുന്നത്? മനസ്സിലാവുന്നില്ല. കാരണം ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഞാൻ വോട്ട് ചെയ്യുന്നത് തുടങ്ങിയ ഇത്രയൊരു സംഭവം ഇതുണ്ടായിട്ടില്ല. ലോങ് ക്യൂ ആണ് എല്ലാ സ്ഥലത്തും. ഇപ്പൊ ഞാനിപ്പോ ഒരു 41 നമ്പർ ബൂത്തിൽ പോയി വരും. 1460 വോട്ട് അവിടെ ഉണ്ട്. അവിടെ ചെയ്തത് ഇതുവരെ 640 വോട്ടേ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ വോട്ടും ചെയ്യാൻ ബാക്കിയാണ്. ആളുകൾ ക്യൂ നിൽക്കുകയാണ്. വലിയ നീണ്ട ക്യൂ ആണ്. സ്ത്രീകളൊക്കെ പലരും മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാവുകയാണ്. ഇനി അത്രയും നിന്നിട്ട് ഇനി വയ്യ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് പോകേണ്ട ഒരു അവസ്ഥ വരെ പല ബൂത്തുകളിലും ഉണ്ടാവുന്നു. എല്ലാ ബൂത്തുകളിലും ഇത് അവസ്ഥ. ഒരു ബൂത്ത് മാത്രമല്ല, നീണ്ട ക്യൂ. ആളുകൾ മുഴുവൻ വിളിയോട് വിളിയാണ്. ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മളെ ഭരണാധികാരിയൊക്കെ ബന്ധപ്പെട്ടു. അവർ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്ന ഇത് പ്രകാരമാണ് ചെയ്യുന്നത്. എക്സ്ട്രാ ഒരു ഉദ്യോഗസ്ഥരെ എവിടെയെങ്കിലും ഇടുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന് പോലും പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. ഇനിയിപ്പോ ഇന്ന് 6 മണിക്കില്ല, 1 മണിക്കൂർ കൂടിയല്ലേ ഇനി ബാക്കിയുള്ളൂ. പിന്നെ ഒരു 10 മണി ആയാൽ പോലും ഇവിടുത്തെ പല ബൂത്തുകളിലെയും വോട്ടിംഗ് തീരില്ല. പക്ഷെ അത്രയും വെയിറ്റ് ചെയ്ത ആളുകൾ നിന്ന് വോട്ട് ചെയ്യുമോ? അപ്പൊ കുറെ ആളുകളുടെ വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവില്ലേ? നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ട്. അതാണ് ഇപ്പൊ തന്നെ പലരും തിരിച്ചു പോകുന്നു. തിരിച്ചുപോയ ആളുകളെ നമ്മളൊക്കെ വീട്ടിൽ പോയി കണ്ട് വീണ്ടും എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷെ പലരും മടിക്കുകയാണ് അങ്ങനെ വന്ന് ക്യൂ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ് ഇതിനകത്ത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് വടകരയിൽ മാത്രം എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. മറ്റു സ്ഥലങ്ങളിലൊന്നും ഇത്രയേറെ പ്രശ്നമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല, നിങ്ങൾ അഭിലാഷ് നിങ്ങൾക്കൊക്കെയല്ലേ അറിയാൻ കഴിയാ. ഇപ്പോ ഈ UDFന്റെ ബൂത്ത് ഏജന്റുമാരൊക്കെ ഈ ബൂത്തുകളിൽ ഉള്ളതാണ്. അവരെന്താണ് പറയുന്നത്? ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് ഇത് ഒരു വെച്ച് താമസിപ്പിക്കുന്നത് കൊണ്ടാണോ, അതോ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നമാണോ? കേരളത്തിൽ മറ്റൊരിടത്തും ഇല്ലാത്ത പ്രശ്നം വടകരയിൽ മാത്രം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് UDF പരിശോധിച്ചില്ലേ? അല്ല, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം വൈകി ചില സ്ഥലത്ത് രാവിലെ തുടങ്ങാൻ ലേറ്റ് ആയ സ്ഥലമുണ്ട്. മിഷൻ ഗേഡ് പോലെ ഒരു 9 മണിക്കൊക്കെ തുടങ്ങിയ സ്ഥലമുണ്ട്. പക്ഷെ രാവിലെ തുടങ്ങിയ സ്ഥലത്തും ഇതാണ്. ഉദ്യോഗസ്ഥന്മാരെ വളരെ സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ എഴുതുന്നതൊക്കെ. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ കൃത്യമായി നോക്കിയേ ചെയ്യാൻ പറ്റൂ എന്നാണ് പറയുന്നത്. ഉദ്യോഗസ്ഥന്മാർ കുറവുമുണ്ട്. ചില ബൂത്തുകളിൽ 3 ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉള്ളൂ. ഒരാളെയും കൂടി എക്സ്ട്രാ ഇടാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ RDOനൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് ഇനി സാധ്യമല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിലപ്പുറത്തേക്ക് ഒരാളെ പോലും ഇനി കൊടുക്കാൻ സാധ്യമല്ല എന്നാണ് അവരും പറയുന്നത്. ഇത് നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6-7 സെക്കൻഡ് അവിടെ നിന്നിട്ട് ഈ സൗണ്ട് വരുന്നുള്ളൂ. അത് വന്നതിന് ശേഷം മാത്രമേ അടുത്ത ഒരാളെ വിളിക്കുന്നുള്ളൂ. അപ്പൊ അത്ര വലിയ സ്ലോ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. അതാണ് അടിയന്തരമായിട്ട് ഇതിനകത്ത് കളക്ടർ ഇടപെടണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് വടകരയിൽ അനുഭവപ്പെടുകയാണ് ഇപ്പോഴും. വടകരയിൽ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി എന്ന വിധത്തിലേക്ക് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ ഈ നിമിഷം? അല്ല, ഞാനത് ഇങ്ങനെ വരുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ടും അങ്ങനെ തോന്നുകയാണ്. വല്ല ഗൂഢാലോചനയും ഇതിനകത്ത് ഉണ്ടാകുമോ എന്ന് ഒരു സംശയം ഉയർന്നു വരികയാണ്. എല്ലാ സ്ഥലത്തും ഒരേപോലെ വടകര മണ്ഡലത്തിൽ ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സംശയം അതിനകത്ത് ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് അടിയന്തരമായിട്ട് ഇത് ഇടപെടണമെന്നും പരിശോധിക്കണമെന്നും നമ്മൾ ആവശ്യപ്പെടുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതീവ ഗൗരവതരമായ സാഹചര്യം. കാരണം 1400 വോട്ടർമാരുള്ള ബൂത്തിൽ മാത്രമല്ല. ഇപ്പോ പുതിയ ഒരു വിവരം, കോഴിക്കോട് കൊടുവള്ളി കളരാന്തിരി എന്നല്ലേ സ്ഥലത്തിന്റെ പേര്, 72ാം ബൂത്തിൽ 600 വോട്ട് മാത്രമാണ് പോൾ ചെയ്തത്. 1280 വോട്ടർമാരുള്ള ഇവിടെ 700 വോട്ടോളം ഇനിയും ചെയ്യാനുണ്ട്. വോട്ടെടുപ്പ് മന്ദഗതിയിലാണെന്ന് പരാതി വരുന്നുണ്ട്. നീണ്ട നിര തുടരുന്നു. ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോളിംഗ് കണക്കുകൾ ഈ പറഞ്ഞ മന്ദമായ വോട്ടിംഗ് കൊണ്ടുമാവാം. അതെ.